ചെമ്മീൻ അച്ചാറിടാൻ. ചെമ്മീനൊക്കെ അമ്മ സൂക്ഷിച്ചു ചെമ്മീൻ ആരും കൊണ്ടുപോകാണ്ടിരിക്കും. ഇപ്പൊ ഇതാണ് ജസ്റ്റ് വേവിച്ച ബീഫാണ്. ഈ ഇഞ്ചിക്കിട്ട് വേവിച്ചല്ല. അപ്പൊ ഇതേ വീട്ടിലേക്ക് വന്നേക്കാണ്. മാനുക്കുട്ടൻ എന്തേ അങ്ങോട്ട് പോണ എങ്ങടാടാ? ഇതെന്തിട്ടത്? സ്റ്റീവ് എവിടെ? സ്റ്റീവ് വീട്ടിൽ നിന്ന് ബോക്സ് ഒക്കെ എടുത്തിട്ട് വന്നേക്കണ കളിക്കാൻ വേണ്ടി. അപ്പൊ ഇന്ന് റോസ്മേരി അനിയന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അബുദാബിക്ക് പോവാണ്. വൈകുന്നേരം നാളെ രാവിലെ പോണേ. അപ്പൊ ഇന്ന് വൈകുന്നേരം എല്ലാവരും ഇവിടെ കൂടാന്ന് വിചാരിച്ചു. അപ്പൊ മമ്മി ഇവിടെ കുക്ക് ചെയ്തോണ്ടിരിക്കുക. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നാ വരും. ഇതൊക്കെ കുക്കിംഗ് ആയി. എന്നാലും നമുക്ക് അടുക്കളേക്ക് പോവാം. സണ്ണി ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്തായി? എങ്ങനെയുണ്ട് കറികളുടെ ടേസ്റ്റ് ഒക്കെ? ഉപ്പില്ല. ഇവിടെ ഇത് എന്നിട്ടമ്മ ചെമ്മീൻ അച്ചാറിടാൻ. ചെമ്മീനൊക്കെ അമ്മ സൂക്ഷിച്ചു ചെമ്മീൻ ആരും കൊണ്ടുപോകാണ്ടിരിക്കാണ്ടിരിക്കും. അതന്നെ റോസ്മേരിയുടെ അമ്മ വറുത്ത് റെഡിയാക്കി തന്നെ. മസാല അമ്മയുടെ മസാല രണ്ട് അമ്മായിമാരുടെ ഇതില്ലേ ഞാൻ എടുത്തു. കാലെന്താണ് കേട്ടോ. അതിവിടെ ഫ്രൈ ആവണായിരുന്നു അല്ലേ? 2 ദിവസം കൊണ്ട് അവിടെ ഫ്രൈ ആയിക്കോളും. അപ്പൊ ചെമ്മീൻ ഫ്രൈ, ഇത് ബീഫ് ഫ്രൈ അവർക്ക് കൊടുത്തയക്കാൻ. അല്ല ചെമ്മീൻ ഫ്രൈ അല്ല, ചെമ്മീൻ അച്ചാറ്. അപ്പൊ ചെമ്മീൻ അച്ചാറിന് ഒരു വെള്ളം ഒന്നും ആ ഒരു ലൂസ് ഇതില്ല. ഇത് വെള്ളം കൂടിയിട്ട് വെള്ളം വറ്റിച്ചോണ്ടിരിക്കുന്നു. ഇത് ബീഫ് റോസ്മേരി പോകാൻ പോണെന്ന് പറഞ്ഞ. അതല്ല മറ്റേത് അടപ്പ് തുറക്കാൻ. ചോറിക്കല്ലേ ഒഴിച്ചോ. രണ്ട് അമ്മായിമ്മമാരുടെയും കൂടിയുള്ള അച്ചാർ. ആർക്കും കുറ്റില്ല. എന്തേടാ വലിയ ചെമ്മീൻ മേടിക്കാൻ പോയതാ. ഞാനപ്പോ എന്റെ വലിയ കഷ്ടപ്പാടായി പോയി. അതായിരുന്നു കുഞ്ഞു ചെമ്മീന. അല്ല ഞാൻ പറഞ്ഞു മീഡിയം ഇപ്പൊ ചെമ്മീനാണ് അച്ചാറിന് ടേസ്റ്റ് പറഞ്ഞു. ചെമ്മീൻ മേടിച്ച് ഒറ്റയ്ക്ക് ചെയ്ത ആവശ്യത മക്കൾക്ക് വേണ്ടിയല്ലേ, അങ്ങനെ പറയാൻ പാടില്ല. പോരായിക നോക്കുന്നതിനായി സണ്ണിയെ ക്ഷണിച്ചിരിക്കുന്നു. മാനു ഇതിന്റെ മുകളിൽ കയറിന്നിട്ട് എന്താ പുളിയുടെ രസമായിരിക്കും. അതിപ്പോ തന്നെ ഇട്ടല്ലേ ഉള്ളൂ. ഉപ്പിന്റെ കഷ്ണം സെയിം ഉപ്പിന്റെ പീസ് അല്ലേട്ടാ. എനിക്ക് കിട്ടി കടിക്കാൻ. എനിക്ക് തന്നെ ആ ചെമ്മീനിലുള്ള കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ഡ്രൈ ആന്ന് മാത്രം. ഡ്രൈ ആയിട്ട് കൊടുത്തയക്കുന്നല്ലേ. ശരി ശരി കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരിക്കും. ഇതെന്തിട്ട് സാധനം? അച്ചാറാ? അമ്മാമ്മയുടെ മാങ്ങക്കറി. ഇതെന്തിട്ട്? ഇഞ്ചിയും വെളുത്തുള്ളി. ഇതിന്റെ ഉപ്പ് ഇതിന്റെ ഉള്ളിപ്പുണ്ട് ബേട്ടോ. അപ്പൊ ബീഫ് ഡ്രൈ ഫ്രൈ ആക്കാൻ പോവാണ്. പൂളിന് ഓട്ടയുണ്ടോ? ഇവിടെ ഒരു ഓട്ടയുണ്ടല്ലോ. വെള്ളം കളയാനുള്ള
ഗ്രേസ് കൊച്ചിന്റെ മുഖത്തേക്കൊന്നും വെള്ളം ഒഴിക്കരുത് കേട്ടാ. ഗ്രേസേ കൊച്ചിന്റെ തലേ ഞാൻ പറഞ്ഞില്ലല്ലോ. ഗ്രേസ് സ്റ്റീവിനി അതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. അവര് അതിനു വേണ്ടിയാണ് സത്യം പറഞ്ഞ ഇങ്ങോട്ട് വന്നേക്കണം തന്നെ. മാന അവിടെ പിള്ളേരെ കൂടെ കളിക്കാൻ പോയിക്കാ. ഇമ്മാനും കൂടി വന്ന അടിപൊളിയോ. അയ്യോ റോസ്മേരി ഡാഡിയും കൂടി കടയിലേക്ക് പോയേക്കണ്ട, അതുകൊണ്ടാണ് അവരിവിടെ ഇല്ലാത്തല്ലെങ്കിൽ കാണിക്കായിരുന്നു. സണ്ണിലാടനാണെങ്കിൽ പോയി. ഗ്രേസ് കൊച്ചിന്റെ മുഖത്ത് തലയിലൊന്നും വെള്ളം കോരി വയ്ക്കരുതിട്ടാ. അമ്മ ഇവിടെ കുമ്പളങ്ങിയും പിന്നെ പൈനാപ്പിൾ ഇട്ടൊരു കറി വെച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളി. ഇതൊക്കെ വൈകുന്നേരത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. വേറെ എന്തിട്ടമ്മ ഉണ്ടാക്കിയാണേ? സാമ്പാർ, അവിയലും മത്തങ്ങയും പയറും ഒക്കെ വെക്കണം. ഇഞ്ചമ്പുളി ഉണ്ടാക്കണം. ഇന്ന് ഞങ്ങൾ സദ്യയാണ് വൈകുന്നേരം. ഒരു സർപ്രൈസും കൂടി ഉണ്ട്. ഡാഡിയുടെ ബർത്ത്ഡേ മറ്റന്നല്ലേ ഡാഡി ബർത്ത്ഡേ? അതന്നെ, മറ്റന്നെയാണ് ഡാഡിയുടെ ബർത്ത്ഡേ. അപ്പൊ നാളെ രാവിലെ റോസ്മേരി പോകും. അപ്പൊ പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടാവില്ലല്ലോ, മീൻസ് അവളുണ്ടാവില്ലല്ലോ, ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തു ഇന്ന് വൈകുന്നേരം സെലിബ്രേറ്റ് ചെയ്യാന്ന്. ഒന്നും അറിയാണ്ട് ഡാഡി ഇവിടെ വീടിന്റെ ഉള്ളിക്കൂടൊക്കെ നടക്കുന്നുണ്ട്. വൈകുന്നേരം അറിയും ഇന്ന് ഡാഡിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയാണ് പപ്പടം പഴം പായസം ഉണ്ടാക്കണേന്ന്. ഡാഡി വിചാരിച്ചത് അവള് പോണേന്റെ പേരില് പായസമൊക്കെ ഉണ്ടാക്കുന്നതാണ്. എന്നോട് ഇപ്പൊ ഞാൻ വന്നപ്പോ തന്നെ എന്നോട് പറഞ്ഞ് 2 പായസം ഉണ്ടാക്കുന്ന കേട്ടോന്നൊക്കെ പറഞ്ഞാണ് പോയത്. റോസ്മേരിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഡാഡി ഉദ്ദേശിച്ചത്. അങ്ങനെ ഇതിന്റെ ഉള്ളിക്കോട്ടെ, ഡാഡി ഇവിടെ ഇല്ലല്ലേ, ഡാഡി കേക്കില്ലല്ലോ അല്ലേ. അപ്പൊ അങ്ങനെ അപ്പൊ ഇനി ഞങ്ങള് കുക്കിംഗ് തുടങ്ങട്ടെ. ഇപ്പൊ ഡാഡി ഷർട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഗിഫ്റ്റ് ഒന്നും മേടിച്ചിട്ടില്ല, മേടിക്കണം. സൂക്ഷിച്ചിട്ടാ കുരുമുളക് പൊടിയും ഗരം മസാലയും. ബീഫ് ജസ്റ്റ് വേവിച്ചിട്ട് അതിന്റെ വെള്ളം കൂടുതലായിരുന്നു, നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ട് കൊണ്ടുപോണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രം ഇപ്പൊ ഇടാണ്. ജസ്റ്റ് വേവിച്ച ബീഫാണ് കേട്ടാ. ഈ ഇഞ്ചിയൊക്കെ ഇട്ട് വേവിച്ചല്ലമ്മ. ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും പിന്നെ എന്നിട്ടാ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഒന്ന് റെഡിയാക്കി എടുക്കണ്ടേ. ഗ്രേസോ അപ്പോൾ ഇനി ഞാൻ സാമ്പാർ വെക്കാനുള്ള പരിപ്പൊന്ന് കഴുകി ഇടാനിടാ. അപ്പോൾ കുക്കറിൽ അത് വിസിലടിക്കുമ്പോഴേക്കും മമ്മി അവിയലിനുള്ളതൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കുറച്ചൊക്കെ അരിഞ്ഞിട്ടുണ്ട്. കുറേയൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മേനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ പോവാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വന്നതാണ്. അപ്പം ഇനി പരിപ്പ് അവിടെ വേവണ ഗ്യാപ്പിൽ കോളിഫ്ലവർ ഫ്രൈ ആക്കാമെന്നാണ് ഇവർ പ്ലാൻ ചെയ്തേക്കണേ. മസാലയൊക്കെ ഇട്ട് കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ ഇട്ട് ജസ്റ്റ് ഫ്രൈ ഉണ്ടല്ലോ, ആ ഒരു ഫ്രൈ അതിനുള്ള ഒന്ന് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് അടർത്തി മാറ്റിയെടുക്കാൻ കേട്ടാ. കുക്ക് ചെയ്യണത് മമ്മിയും ഡാഡിയും ഒക്കെ കൂടിയാണ്. ഓരോരുത്തരും ഓരോ ഡിഷ് അങ്ങനെ ഓരോരുത്തരുടെ സ്റ്റൈലിൽ അങ്ങനെ ഉണ്ടാക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവരും എത്തും. അപ്പോൾ ഒരു സർപ്രൈസ് ബർത്ത്ഡേ ആണ്. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു റിയൽ ലൈഫിൽ ബർത്ത്ഡേ വ്ളോഗ് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ബർത്ത്ഡേ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5-6 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യണത് തന്നെ. അപ്പോൾ എന്തായാലും ഗ്രേസിനും സ്റ്റീവിനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ഇമ്മാനും കൂടി വന്നിട്ടുണ്ട് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ച് നേരമൊക്കെ പൂളിൽ കളിക്കും, കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങും, പിന്നെ ബോൾ എടുത്ത് അതിൽ എറിഞ്ഞിട്ട് കളിക്കും. അപ്പം അങ്ങനെ അവരവരുടെ രീതിയിൽ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഡാഡിയും റോസ്മേരിയും എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരമല്ല, നാളെ വെളുപ്പിനാണ് പോണത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള അവരുടെ കുറേയൊക്കെ
പാക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങ് പിന്നെ എന്തൊക്കെയോ മേടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി പോയതാണ്. അപ്പോൾ ഇനി ഞാൻ ഫുള്ളായിട്ട് കുക്ക് ചെയ്യണ ആ ഒരു ടൈം നിൽക്കണില്ല. കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവും. അപ്പോൾ ദേ ഡാഡിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഡാഡിയാണ് കോളിഫ്ലവർ ഫ്രൈ ചെയ്യണത് കേട്ടോ. മസാല പുരട്ടണമെന്നൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ സ്റ്റീവൊക്കെ കരഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ ഡാഡി ഇതേ അമ്മാമ്മ ഉണ്ടാക്കാറുള്ള ഒരു മങ്ങക്കറി, ഞാനത് നമ്മുടെ വൈറ്റ് ലോക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് മുമ്പ്. അപ്പോൾ അത് ഇതേ ഡാഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫ്രൈ ചെയ്യലൊക്കെ കഴിഞ്ഞ് ഒന്ന് ചൂടാറണം, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെ അറിയുള്ളൂ. അപ്പം അങ്ങനെ അടിപൊളിയായിരുന്നു. പിന്നെന്താ ഇവിടെ ഇവരുടെ കളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ ദേ റൂമിൽ കൊണ്ടിരുത്തി. ഇമ്മാനും ഗ്രേസും സ്റ്റീവും കൂടി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി അവരിവിടെ നിന്ന് കളിക്കട്ടെ. ഇനി ഞങ്ങളത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവും. അപ്പോൾ വൈകുന്നേരമാണ് പ്രോഗ്രാം. അപ്പോൾ ഇതേ ഞങ്ങൾ ഓട്ടോയിൽ പോവാണ് കേട്ടോ. സന്നിചേട്ടൻ ബിസിയാണ്. സന്നിചേട്ടന് വൈകുന്നേരം വരുള്ളൂ. ഞങ്ങളിവിടെ ആക്കിയിട്ട് അങ്ങനെ പോയായിരുന്നതാണ്. അപ്പോൾ ഇനി ഡാഡിക്ക് ഗിഫ്റ്റൊക്കെ മേടിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് പോകണ ആ ഒരു ഗ്യാപ്പിൽ ചെയ്യാമെന്ന് വിചാരിക്കണം. പിന്നെ വന്നപ്പോൾ തന്നെ ഞാൻ സണ്ണിചേട്ടൻ നെസ്കഫേയുടെ ഒരു ബോട്ടിലും കൂടി മേടിച്ചപ്പോൾ ഈ കപ്പ് കണ്ടിട്ട് മേടിച്ചതാണ്. മറ്റേ നെസ്കഫേയുടെ ആ ഒരു ബോക്സ്, അതായത് ബോട്ടിലും അതുപോലെ തന്നെ കപ്പും. കുറേ പേര് മുമ്പ് ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നാണ് മേടിച്ച്, ഓൺലൈനിൽ നിന്നാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓൺലൈനിൽ കിട്ടുമെന്ന് തോന്നുന്നു, പക്ഷെ ഞങ്ങൾ മുമ്പൊക്കെ നോക്കിയപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ എന്തായാലും അത് കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാ. അപ്പോൾ രണ്ടുപേർക്ക് സെയിം കപ്പ് യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തേക്കൂടെ ഒരു 3-in-1 ഒരു പാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കോഫിയുടെ. അപ്പോൾ അതിൽ 2 കാപ്പി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് വേണം ഇനി ബാക്കി പരിപാടികളിലേക്ക് കടക്കാൻ വേണ്ടി. ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീവ് നല്ല സൂപ്പറായിട്ട് ഉറങ്ങി. അപ്പം ഇനി അവൻ എണീക്കണ ഒരു ഗ്യാപ്പിൽ എനിക്ക് കുറേ പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ചെയ്ത് തീർത്തിട്ട് വേണം വൈകുന്നേരത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ അത് ഞങ്ങളുടെ കാപ്പി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദിവസമായി കാപ്പി കുടിച്ചിട്ട്, അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഞാൻ കാപ്പിയും ചായക്ക് കുറച്ച് ഒഴിവാക്കിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീവ് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അത്. അവിടുത്തെ മണ്ണും പൊടിയിലും കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അങ്ങനെ തടയാറുമില്ല. അപ്പം അങ്ങനെ വൈകുന്നേരമായി, ഞങ്ങൾ റെഡിയായി. അപ്പോൾ എല്ലാം കാര്യങ്ങളും സെറ്റാക്കി ഞങ്ങളിതേ പോവാണ്. സ്റ്റീവും ഗ്രേസും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ റോസ്മേരിയുടെ അമ്മയും അപ്പനും അനിയനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പാപ്പന് കൊടുക്കാൻ വേണ്ടി ഗ്രേസ് ഉണ്ടാക്കിയ കാർഡാണ്, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഡാഡിക്ക് ഇനി ഒരു ഷർട്ടും മുണ്ടൊക്കെ മേടിക്കണം. അപ്പോൾ ഇനി ഞങ്ങൾ ഫസ്റ്റ് പോണത് അഷ്ടമിച്ചിറയിലേക്കാണ് കേട്ടോ. അപ്പോൾ അഷ്ടമിച്ചിറ പോയി ഡാഡിക്കുള്ള ഗിഫ്റ്റൊക്കെ മേടിച്ചു. സണ്ണിചേട്ടൻ അപ്പുറത്തതേ നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ്റെ കടയിൽ പൂ മേടിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. ഇത് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഡാഡിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് പോലെ ഒന്ന് റെഡ് റോസ് മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റാക്കി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡാഡി കാണാണ്ട് പയ്യെ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ എല്ലാ പ്ലാനിങ്ങോടുകൂടി ഞങ്ങൾ വീട്ടിലേക്ക് വരാണ്. ഡാഡിക്ക് ഇതുവരെ അറിയില്ല ഡാഡിയുടെ ബർത്ത്ഡേ ആഘോഷിക്കും എന്നുള്ള കാര്യം. അപ്പം അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ പരിപ്പ് പായസവും പിന്നെന്താ സേമിയ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യണതും ബാക്കി വിശേഷങ്ങൾ വച്ചുമ്പോഴൊക്കെ സണ്ണിചേട്ടൻ്റെ ഒരു റിയൽ ലൈഫിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വാഴയിലായിരുന്നു ഫുഡ് കഴിച്ചത്. പിന്നെ ഞങ്ങളുടെ സമയം ആയപ്പോഴേക്കും വാഴയിലേക്ക് ചെറിയ ഷോർട്ടേജ് വന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്ലേറ്റ് മതി വലിയ പാത്രത്തിൽ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഹാപ്പിയായി. ബർത്ത്ഡേ അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ബർത്ത്ഡേ ആയിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം. ബൈ.